കേരളത്തിലെ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ഇരിങ്ങോൾകാവ് അഥവാ ഇരിങ്ങോൾകാവ് ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദുർഗാ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. പ്രഭാതത്തിൽ മഹാസരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗിയായും വൈകുന്നേരം ശ്രീ ഭദ്രകാളിയായും പരാശക്തി ഇവിടെ ആരാധിക്കപ്പെടുന്നു. 8 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. എറണാകുളത്ത് നിന്ന് 35 കിലോമീറ്റർ അകലെ ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പുംപടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, നവമി, അഷ്ടമി, നവരാത്രി, വിദ്യാരംഭം, തൃക്കാർത്തിക, മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാനം. മുൻപ് ക്ഷേത്ര നടത്തിപ്പിൻ്റെ ചുമതല 28 ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു. പട്ടശ്ശേരി, ഓരോഴിയം, നാഗഞ്ചേരി എന്നിവ ഇതിൽപ്പെടുന്നു. 1945 അവസാനത്തോടെ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണകാലത്ത് ക്ഷേത്രഭരണം ഇവർ ദിവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി കൃത്യമായ വിവരം ലഭ്യമല്ല. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നോക്കാം. ദ്വാപരയുഗത്തിൽ അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിയുകയാൽ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗൃഹത്തിലടച്ചു. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനെയും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്ന് തെന്നി മാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുന്നു എന്ന വിശ്വാസത്താൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി. ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. നെയ്പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്തം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. വിവാഹം, കെട്ടുനിറ, രാമായണ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല. സുഗന്ധപുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല. താഴെ വീണ് കിടക്കുന്ന മരത്തടി പോലും മറ്റൊരു ആവശ്യത്തിനായി ഉപയോഗിക്കാറുമില്ല. വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ഇവിടെ പ്രാധാന്യമുള്ള ദിവസം. ആ ദിവസം ഇവിടെ എത്തി പരാശക്തിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഗ്രഹപൂർത്തിയും അവിവാഹിതരായവർക്ക് മംഗല സൗഖ്യവും ഐശ്വര്യവും നൽകി ഭഗവതി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇത്. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾകാവ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇരിങ്ങോൾകാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യസ്ഥലത്തേക്ക് അടുക്കുമ്പോൾ പ്രദേശത്തിൻ്റെ സവിശേഷതയായ പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും നിങ്ങളെ വലയം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടെത്തും. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര മാന്ത്രികതയിൽ കുറവല്ല. ഇടതൂർന്ന വനങ്ങളിലൂടെയും മന്ദഹസിക്കുന്ന തോപ്പുകളിലൂടെയും ശാന്തമായ ഒരു യാത്ര വാഗ്ദാനം ചെയ്യുന്നു. അത് അനുഭവത്തെ മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി തോന്നിപ്പിക്കുന്നു. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന അതിമനോഹരമായ സൗന്ദര്യത്തിന് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. അതിൻ്റെ ശാന്തവും പവിത്രവുമായ അന്തരീക്ഷം സന്ദർശകരെ നിർത്തി ചിന്തിക്കാൻ ക്ഷണിക്കുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. സമൃദ്ധമായ വനവും ക്ഷേത്രത്തിൻ്റെ ആത്മീയ പ്രഭാവവും കൂടിച്ചേർന്ന് സന്ദർശിക്കുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു അന്യലോക പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. ഇരിങ്ങോൾകാവിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ ദൈവിക സംരക്ഷണത്തിലാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ അത്ഭുതത്തിൻ്റെയും ആദരവിൻ്റെയും വികാരം വർദ്ധിപ്പിക്കുന്നു. ഉയരമുള്ള മരങ്ങൾ നിറഞ്ഞ പാതയും പ്രകൃതിയുമായി ശബ്ദങ്ങളാൽ നിറഞ്ഞ വായുവും നിറഞ്ഞ ഒരു നിഗൂഢ